എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു തൊഴിലാളിയായി വന്ന് മുതലാളിയായി മാറിയ ആളാണ് ആന്റണി പെരുമ്പാവൂർ. ഒരു താരത്തിന്റെ ഡ്രൈവറായി വന്ന് പിന്നീട് മലയാള സിനിമയെ നയിക്കുന്ന നായകന്മാരിൽ ഒരാളായി മാറി ആന്റണി. ആദ്യ നിർമ്മാണ ചിത്രം നരസിംഹം ഗംഭീര വിജയം കൈവരിച്ചതോടെ ആന്റണിയുടെ മുമ്പിൽ പുതിയ പടവുകൾ തുറക്കപ്പെട്ടു. സിനിമാക്കാർക്കിടയിൽ ആന്റണിക്ക് കിട്ടിയ അംഗീകാരമായിരുന്നു ഫിയോക്കിന്റെ ഭാരവാഹിത്വം. വർഷങ്ങളായി മോഹൻലാലിന്റെ ഓരോ കാര്യവും തീരുമാനിക്കുന്ന ആന്റണി പെരുമ്പാവൂരാണ്. ഒരു മോഹൻലാൽ ചിത്രം നടക്കണമെങ്കിൽ ആന്റണിയുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. ആ തീരുമാനം അനുസരിച്ച് ലാൽ മുന്നോട്ട് പോകുകയുള്ളെന്നു പറയുകയാണ് നിർമ്മാതാവും സംവിധായകനുമായ ആലപ്പി അഷ്റഫ്. അതുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ അനുഭവം അഷ്റഫ് പറയുന്നു. സംവിധായകൻ ഫാസിലിന്റെ അനുജനാണ് കൈസ്. അദ്ദേഹം പല സിനിമകളും നിർമ്മിച്ചിട്ടുണ്ട്. ലാലുമായിട്ട് നല്ല സ്നേഹത്തിലുള്ള ആളുമാണ്. സിദ്ദിഖിന്റെ സംവിധാനത്തിൽ മോഹൻലാലിനെയും ഫഹദിനെയും വെച്ച് ഒരു സിനിമ നിർമ്മിക്കാൻ കൈസിന് അവസരം വന്നു. മനോഹരമായ കഥ സിദ്ദിഖ് മെനഞ്ഞെടുത്തിരുന്നു. ലാലിന് ഫഹദിനും കഥ വളരെ ഇഷ്ടമായി. ലാലേട്ടന്റെ ഡേറ്റ് അനുസരിച്ച് താനും ഡേറ്റ് തരാമെന്ന് ഫഹദ് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഷൂട്ടിംഗ് ഡേറ്റ് തീരുമാനിക്കാനായി ലാലിനെ കാണാൻ കൈസിനൊപ്പം ഞാനും ലൊക്കേഷനിൽ എത്തി. എന്തും തുറന്നടിച്ചു പറയുന്ന സ്വഭാവക്കാരനാണ് കൈസ്. പക്ഷെ ആള് വളരെ നീറ്റാണ്. ലാലിനോട് സംസാരിച്ച് നിൽക്കവേ അദ്ദേഹം കൈസിനോട് പറഞ്ഞു, കൈസെ ആന്റണി ഒന്ന് കണ്ടിട്ട് ഡേറ്റിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക. പെട്ടെന്ന് കൈസിന്റെ മുഖം മാറി. അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ലാലുമായിട്ടുള്ള ഡയറക്റ്റ് ഇടപാടേ ഉള്ളൂ. വേറൊരാളുമായിട്ട് എനിക്ക് പറ്റില്ല എന്നായി കൈസ്. ഇത് കേട്ടതും ചിരിച്ചുകൊണ്ട് നിന്ന മോഹൻലാലിന്റെ മുഖം വേറൊരു രൂപത്തിലേക്ക് മാറി. വളരെ ഗൗരവത്തോടെ കുറച്ചു സമയം അദ്ദേഹം ഒന്നും മിണ്ടാതെ നിന്നു. ലാൽ കാരവാനിലേക്ക് പോയിരുന്നു. ആ വലിയ പ്രോജക്റ്റ് അതോടെ ഒറ്റ തെറിക്കലായിരുന്നു. ആന്റണി പെരുമ്പാവൂരിനെ മാറ്റി നിർത്തി ഒരു പരിപാടി നടക്കില്ല എന്ന് വീണ്ടും തെളിഞ്ഞു. ആന്റണി ഇല്ലെങ്കിൽ എത്ര വലിയ പ്രോജക്റ്റ് ആയാലും വേണ്ട എന്ന നിലപാടാണ് മോഹൻലാലിൻ്റെത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. ആന്റണി പെരുമ്പാവൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോഹൻലാൽ തുടക്കത്തിൽ ഒരുപാട് വണ്ടിച്ചെക്കുകൾ, ഈ സുഹൃത്തുക്കൾക്ക് വേണ്ടി സിനിമകൾ അഭിനയിക്കുക, കാശ് വാങ്ങാതെ അല്ലെങ്കിൽ കാശ് ഒരുപാട് ആൾക്കാർ പറ്റിക്കുക, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു മോഹൻലാലിന്. അപ്പോൾ ആന്റണി പെരുമ്പാവൂർ വന്ന ശേഷമാണ് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായത്. അതിനുശേഷമാണ് സാമ്പത്തികമായിട്ട് മോഹൻലാൽ അങ്ങ് കയറിയത്. അതിന് കാരണം ആന്റണി പെരുമ്പാവൂരാണ്. പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരാളെ തള്ളി പറഞ്ഞിട്ട് ഒരിക്കലും എന്താ പറയാ, ഈ നന്ദിയും അങ്ങനെ സ്നേഹമൊക്കെ ഉള്ള ആൾക്കാർക്ക് അതൊന്നും പറ്റത്തൊന്നുമില്ല. വന്ന വഴി അല്ലെങ്കിൽ അങ്ങനെ മറക്കാത്ത ആൾക്കാരുണ്ടല്ലോ. മോഹൻലാലിന് വേറെ ആൾക്കാരെ കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ നമ്മളോട് ഒട്ടിച്ചേർന്ന് അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ലക്കാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന്റെ ഒരു ഭാഗ്യമാണ്. മോഹൻലാലിന്റെ അങ്ങനെ ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അല്ലെങ്കിൽ വേറെ എത്രയോ പേര് അടിച്ചു പിരിയും നമ്മൾ കണ്ടിട്ടുണ്ട്, പിണങ്ങി, അല്ലേ? ഇവർക്കിടയിൽ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോ സിദ്ദിഖ് ലാലും ഇവരൊക്കെ പിരിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അനിൽ ബാബു, ഇവരൊക്കെ ഒരുമിച്ച് സിനിമകളൊക്കെ ചെയ്തിരുന്ന ആൾക്കാരൊക്കെയാണ്. പിന്നീട് അവർ പിണങ്ങി പിരിഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ആന്റണി പെരുമ്പാവൂർ മോഹൻലാൽ അടിച്ചു പിരിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന്റെ ഒരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടുക എന്ന് പറയുന്നത് അതൊരു, ആന്റണി പെരുമ്പാവൂരിന്റെ സാമ്പത്തികമൊക്കെ ഒരുപാട് ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഒരുപാട് മാറി. അദ്ദേഹം ഒരുപാട് പണം, ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ കൊടുക്കാനും വേണം ഒരു മനസ്സ്. എനിക്ക് തോന്നുന്നില്ല ആന്റണി പെരുമ്പാവൂർ സ്വന്തം കാശെടുത്താണ് പടങ്ങൾ നിർമ്മിക്കുന്നത്. മോഹൻലാലിന്റെ കാശാണ് അതൊക്കെ. മോഹൻലാലിന് വേണ്ടി അദ്ദേഹം ആ ഒരു പേര് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. മോഹൻലാൽ നേരത്തെ സിനിമകൾ ചെയ്തിരുന്നു. വിസ്മയ എന്നൊക്കെ അദ്ദേഹത്തിന്റെ മകളുടെ പേരൊക്കെ ഇട്ട് ഉള്ളൊരു കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ സിനിമകൾ ചെയ്തിരുന്നു. അതൊക്കെ പൊട്ടിപ്പോവുകയാണ് ചെയ്തത് ആ സിനിമകളൊക്കെ. പിന്നെയാണ് ആന്റണി പെരുമ്പാവൂർ എന്നുള്ള പേരിൽ ഈ സിനിമകൾ നിർമ്മിക്കാൻ തുടങ്ങിയതൊക്കെ. ഒരുപാട് സിനിമകൾ വിജയിച്ചു, ഒരുപാട് സിനിമകൾ പരാജയപ്പെട്ടു. ഇത് ചിലപ്പോൾ ഇവരുടെ ഒന്നും കാശും ആയിരിക്കുമല്ലോ കേട്ടോ. മോഹൻലാലിനെ വെച്ച് പടം ചെയ്യുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ കാശോ അല്ലെങ്കിൽ മോഹൻലാലിന്റെ കാശോ ഒന്നും ആയിരിക്കുകയല്ല. ആ ഒരു പേരായിരിക്കും ഇവർ കൊടുക്കുന്നത്. പല പണക്കാരായിട്ടുള്ള അമേരിക്കക്കാരൊക്കെ വന്ന് നിർമ്മിക്കുന്നതായിരിക്കും പടങ്ങളൊക്കെ.
എനിക്ക് തോന്നുന്നില്ല ഇട്ടിമാണി മേഡ് ഇൻ ചൈന എന്നൊക്കെ പറഞ്ഞൊരു സിനിമ ആന്റണി പെരുമ്പാവൂർ ആ ഒരു കഥയൊക്കെ എടുത്ത് കാശ് ഇറക്കുമെന്ന്. ഇവരൊന്നും കാശായിരിക്കുകയല്ല അത് കേട്ടോ. പിന്നെ മറ്റൊന്നും പറയാനില്ല. എൻ്റെ വീഡിയോ കണ്ട എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ.